കഴിഞ്ഞ ദിവസം വീടിനെ പറ്റി ബാങ്ക് ഇഷ്യൂ ആണ് ഇപ്പൊ നടക്കുന്നത്. ചെയ്യുന്നുണ്ടോ? ഞാൻ ഓൾറെഡി ചെയ്തു. എന്താ പുള്ളിക്കാരനെ കുറിച്ച് പേഴ്സണൽ അഭിപ്രായം എന്താ? ഇല്ല, അവർ ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്ത അവർ പോട്ടെ. സോഷ്യൽ മീഡിയയിൽ കുറച്ചിപ്പോ നിങ്ങളൊക്കെ പോകുമ്പോ അവർക്കൊന്ന് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വേണ്ടെന്നുള്ളത് അങ്ങനത്തെ നോ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അവർക്ക് മാറ്റി വെക്കാമല്ലോ. എല്ലാം ഓപ്പൺ ആക്കിയിട്ട് പ്രൈവസി എന്ന് പറഞ്ഞ സാധനം കീപ്പ് ചെയ്യാതെ ഒരു ഓഡിറ്റും ചെയ്യാതെ കാര്യങ്ങൾ പറയുമ്പോൾ വേറെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതായിരിക്കും ആവശ്യം. ആ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വരും വരായികളും ഭവിഷ്യത്തൊക്കെ അവർ തന്നെ അനുഭവിക്കും. ബിഗ് ബോസിൽ രേണുസുതി വന്നു കഴിഞ്ഞാല് എങ്ങനെ പോകുന്നു തോന്നുന്നു? രേണുസുതിന്റെ ലൈഫ് അവിടെ സീരിയലായിട്ട് പറയാം. ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ രേണുസുതിന്റെ ലൈഫ് അവിടെ തീരും. ബിഗ് ബോസിൽ വരുമ്പോ ഒരു പാസ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ, ഞാൻ ബിഗ് ബോസ് പോയതാണ്, നിങ്ങൾ എവിടെ ഇതിന്റെ ഒരു പാസ്റ്റ് വന്നതായിട്ട് കണ്ടിട്ടുണ്ടാകും. ബിഗ് ബോസ് പോയി ഞാൻ കളിച്ച ഷോയിൽ ഞാൻ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതിനെ കുറിച്ചുള്ള ക്രിറ്റിസിസം ഉണ്ടാവും. പക്ഷെ അവിടെ ചെന്നതിൽ നമ്മളെ പാസ്റ്റ് ലൈഫ് ഇല്ല. കാരണം എനിക്ക് പാസ്റ്റ് ക്ലീൻ ആണ്. ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ആർക്കൊന്നും പറയാനും ഇല്ല, ഒന്ന് കുത്തിപ്പൊങ്ങി വരാനും. പക്ഷെ രേണുവിന്റെ സീൻ അങ്ങനെയൊന്നും ആയിരിക്കില്ല. രേണുവൊക്കെ ബിഗ് ബോസ് കയറി കഴിഞ്ഞാൽ രേണുവിനെ അടിക്കാനായിട്ട് കയറുന്ന അന്ന് മുതൽ തുടങ്ങി. പുറത്തറിയാത്ത കുറെ പാസ്റ്റ് ഉണ്ടല്ലോ, പാസ്റ്റ് ഉള്ളവർക്കൊക്കെ പണിയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാ പാസ്റ്റും റിവീൽ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും. അല്ലെങ്കിൽ പല ഇന്റർപ്രിട്ടേഷൻസും വരും. അതൊന്നും ഫേസ് ചെയ്യാൻ നമ്മളില്ലല്ലോ. രേണുസുതി കയറി കഴിഞ്ഞാൽ രേണുസുതിന്റെ പാസ്റ്റ് പറഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടോ ഇല്ലെന്ന് പറയാൻ രേണുസുതി സ്ഥലത്തില്ല. രേണുസുതി വരുന്നത് ഇതിന് 100 ദിവസം കഴിഞ്ഞിട്ടാണ്. ആ 100 ദിവസം കഴിഞ്ഞ് വരുന്നതിന് ഒരു വാല്യൂ കാണുന്നു. അപ്പൊ നീ നുണ പറയില്ലേ എന്നുള്ള ചോദ്യം വരും. അങ്ങനെ കുറച്ച് പാടായിരിക്കും അവർക്ക്. രേണുവിനെ ചുറ്റിപ്പറ്റി ഒരുപാട് നിഗൂഢതകളുണ്ടോ? നിഗൂഢതകളല്ല, അത് നമുക്കൊക്കെ ഉള്ളതാണ്. അതായത് നമുക്ക് നിഗൂഢത ഒന്നും നമുക്ക് പേഴ്സണലി തോന്നില്ല. വേറൊരാള് കേൾക്കുമ്പോ അയാൾക്ക് നിഗൂഢത തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോയി. അവർക്ക് കിട്ടേണ്ടി എന്തൊക്കെയോ പെരേരയ്ക്ക് വേറെ അടുത്തും കിട്ടാതിരുന്നാ മതി. പാവം. അത് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അടിച്ചു എങ്ങാനും കിട്ടിയ. അല്ല, ഇതെന്താ പറയാ, നമുക്ക് ബിഗ് ബോസ് ആണ്. അങ്ങനെ ഇവരെടുക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് ആ ഷോയ്ക്ക് ആരെയാണോ ആവശ്യം അവരത് എടുക്കും. പെരേര ആറാട്ടിനെ എടുത്താൽ ഏഷ്യനെറ്റിന്റെ ക്രെഡിബിലിറ്റി ഇതുവരെയുള്ള നഷ്ടപ്പെടുന്നതാണ് പലരും. അതെങ്ങനെ പോകും ക്രെഡിബിലിറ്റി? അങ്ങനെയൊന്നും ഇല്ലതാ. ക്രെഡിബിലിറ്റി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കേസ് ഉണ്ടായിട്ട് കയറി എത്ര ആൾക്കാർ? അഖിൽമാരാർ അതിനകത്ത് പോകുമ്പോ അഖിൽമാരാർക്ക് കേസില്ല. സാബുമോൻ കയറിയപ്പോ സാബുമോന് കേസില്ല. കേസുള്ള ആൾക്കാരെ കയറ്റുമ്പോ ക്രെഡിബിലിറ്റി പോകും.